ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അർബൻ ലെജൻസിനെ പറ്റിയാണ്. അർബൻ ലെജൻഡ് എന്ന് പറയുന്ന ടൈം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ. ആൻഡ് ബൈ ദ വേ, ദൈവങ്ങളെ പറ്റിയും മതങ്ങളെ പറ്റിയും പറയുമ്പോൾ നിങ്ങൾക്ക് ട്രിഗേർഡ് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ദിസ് വീഡിയോ. ഓക്കെ, ലെറ്റ് മീ കം സ്ട്രൈറ്റ് ടു ദിസ് പോയിന്റ്. ഇതൊരു തോട്ട് എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും, കുറച്ച് ചിന്തിക്കേണ്ടി വരും. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് 1990 ആസ് ആൻ എക്സാമ്പിൾ. നിങ്ങൾ 90-ലാണ് ജനിച്ചതെന്ന് വിചാരിക്കുക. ആ വർഷം നിങ്ങൾ ജനിച്ചു. അതിന് ഒരു വർഷം മുന്നേ, അതായത് 1989 ഒരു മഹാമാരി വരികയാണ്. മറ്റുള്ള മഹാമാരിയെ പോലല്ല ഈ മഹാമാരി. ഇത് തോട്ട് എക്സ്പെരിമെന്റ് ആണ്, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. സോ ജസ്റ്റ് ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. ആ ഒരു 89 ഈ മഹാമാരി വന്നു. നിങ്ങളപ്പോൾ ജനിച്ചിട്ടില്ല, നിങ്ങൾക്ക് പേരൻസിനാണ് ഉണ്ടായത്. ആ മഹാമാരി കാരണം ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേരൻസിന്റെ റിലീജിയൻ, മതം, ദൈവം എന്ന് പറയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ മറന്നുപോയി. ഓക്കെ, ബട്ട് റിലീജിയസ് ടെക്സ്റ്റ് ആർ സ്റ്റിൽ ദെയർ. അപ്പം ഈ ഒരു സംഭവങ്ങളെല്ലാം അവർ മറന്നു എന്ന് വിചാരിക്കുക. ഒരു വർഷത്തിന് ശേഷം 1990 നിങ്ങൾ ജനിച്ചു. സോ നിങ്ങൾ ജനിച്ചതിന് ശേഷം ഇന്നിപ്പം നിങ്ങൾക്ക് 90-ലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളിപ്പം 36 വയസ്സ്. ഇപ്പം 36 വയസ്സിൽ നിങ്ങളിപ്പോൾ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളിപ്പം എങ്ങനെയായിരിക്കും ജീവിക്കുക? ഏത് ദൈവത്തെ ആയിരിക്കും ആരാധിക്കുക? നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടായിരിക്കുമോ? ഞാൻ പറഞ്ഞത് റിലീജിയസ് ടെക്സ്റ്റ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ ഹാരി പോട്ടർ വായിച്ചിട്ടുണ്ടാകും, ഗെയിം ഓഫ് ത്രോൺസ് വായിച്ചിട്ടുണ്ടായിരിക്കും, ഹാംലെറ്റ് വായിച്ചിട്ടുണ്ടായിരിക്കും, ഒഡീസി വായിച്ചിട്ടുണ്ടായിരിക്കും, ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടായിരിക്കും, ഖുറാൻ വായിച്ചിട്ടുണ്ടായിരിക്കും, ബൈബിൾ വായിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളിത് തമ്മിൽ എന്തെങ്കിലും ഡിസ്റ്റിങ്വിഷ് നിങ്ങൾ ചെയ്യൂ. കാരണം നിങ്ങളുടെ പേരൻസിന്റെ മനസ്സിൽ നിന്ന് അവർക്ക് നിങ്ങളോട് പാസ് ഓൺ ചെയ്യാനായിട്ട് ഒരു ഇൻഫർമേഷൻ ഇല്ല, അർബൻ ലെജൻസ് ഇല്ല. അപ്പം അതായത് അവരുടെ മനസ്സിലും ഇല്ല, നിങ്ങളുടെ മനസ്സിലും ഇല്ല. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷനിൽ എങ്ങനെയായിരിക്കും പാസ് ഓൺ ചെയ്യുന്നത്? I don't think you will be even believe in any gods. That's called urban legends. അപ്പോൾ ഈ ഇൻഫർമേഷൻ പാസിങ്ങിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഇൻഫർമേഷൻ പാസിങ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, ആരോ പണ്ടൊരിക്കൽ പറഞ്ഞ പോലെ, ഒരു നേഴ്സ് കാരണമാണ് നിങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ആയത്. അപ്പുറത്ത് കിടക്കുന്ന ബെഡിലെ ക്രിസ്ത്യാനിയുടെ കുഞ്ഞാണ് ഇപ്പുറത്ത് കിടക്കുന്ന ഹിന്ദുവിന് കൊണ്ട് കൊടുത്തെങ്കിൽ നിങ്ങളൊരു ഹിന്ദുവായിട്ട് വളരും.